ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അലീനയെ പറഞ്ഞ് നിർബന്ധിച്ച് മാമച്ചായനെ വിളിക്കാനായിട്ട് ആ ഒരു ഇതിലേക്ക് എത്തിച്ചു ബാലേട്ടൻ പറഞ്ഞതനുസരിച്ച് രേവതിക്കുട്ടിയുടെ ഫോണിലേക്ക് വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഒരു രഹസ്യം പറയാനാണ്, കൊടുക്കാവോ എന്ന് ചോദിച്ചു. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് ഞാൻ നിന്നോട് വിശദമായി പറഞ്ഞു തരാം, ഇപ്പോൾ മോളൊന്ന് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഫോൺ കൊണ്ടുപോയി മാമച്ചായന് കൊടുത്തു. അതിനുശേഷം മാമച്ചായനും അലീനയും കൂടി സംസാരിക്കുവാണ് ഈ ഒരു വിഷയത്തെപ്പറ്റി, അതായത് നമ്മുടെ രോഹിത്തിനെ പറ്റിയുള്ള കാര്യങ്ങൾ. അപ്പോൾ അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ മാമച്ചായൻ അന്തം വിട്ടിങ്ങനെ നിൽക്കുക. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നറിയാനാണ് അലീന അദ്ദേഹത്തെ വിളിക്കുന്നത്. ഈ സമയത്ത് ബാലേട്ടനാണെങ്കിൽ അതിനേക്കാളും വലിയ ടെൻഷനായിട്ട് അങ്ങനെ നിൽക്കുകയാണ് അവിടെ. അപ്പോൾ അലീന ഈ വിവരങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും മാമച്ചായനാണെങ്കിൽ ഞാൻ ഇതിനകത്ത് 100% ഉറപ്പൊന്നും പറയില്ല, ശ്രമിച്ച് നോക്കാം എന്നേ പറയുകയുള്ളൂ, വേറെ ഒന്നും എന്നെക്കൊണ്ട് സാധിക്കില്ല എന്ന് മാമച്ചായൻ പറഞ്ഞു. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പം അത്രയും മതി അങ്കിളൊന്ന് ശ്രമിച്ച് നോക്കിയാൽ മതി, ഒരിക്കലും നിർബന്ധിക്കുകയോ അല്ലെങ്കിൽ ചെയ്തു തരണമെന്ന് വാശി പിടിക്കുന്നതോ അല്ല എന്ന് അലീന പറയാം. ഞങ്ങൾ നാളെ വേണമെങ്കിൽ അങ്ങോട്ട് വരാമെന്നും പറഞ്ഞു. വരുന്നതിനെപ്പറ്റി അത് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ആലോചിച്ചോ, ഇത് ഞാൻ ശ്രമിച്ചു നോക്കാം എന്നും അദ്ദേഹം പറഞ്ഞു. എന്തായാലും രോഹിത് തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ശിക്ഷ അനുഭവിക്കേണ്ടതായിട്ടുള്ള കാര്യമൊന്നും ഇല്ലല്ലോ, അപ്പോൾ അതിന് എന്താണോ അത് നമുക്ക് നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അദ്ദേഹം ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ രേവതിക്കുട്ടി ഓടി വന്നു. എന്തായി മാമച്ചായ, എന്തിനാ അലീന ചേച്ചി വിളിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ രേവതിക്കുട്ടിയോടും അതുപോലെ തന്നെ ഗ്രേസമ്മയോടുമായിട്ട് മാമച്ചായൻ ഈ കാര്യം പറയുവാണ്. അപ്പോൾ രേവതിക്കുട്ടിയോട് നേരത്തെ അലീന ചേച്ചി വിളിച്ച് ഈ കാര്യം പറഞ്ഞതിനെപ്പറ്റി രേവതി അവിടെ നിന്ന് ഇങ്ങനെ പറയുക. അപ്പോൾ എന്നാലും എന്നാ ഒരു കഷ്ടമാണ്, ഒരു തെറ്റും ചെയ്യാത്തവരെയൊക്കെ പിടിച്ച് പോലീസുകാർ ഇങ്ങനെ കുറ്റക്കാരാക്കുക എന്നൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ നാട് ഇങ്ങനെയൊക്കെ ആണോ എന്നൊക്കെ ചോദിച്ച് ഗ്രേസമ്മ ഇങ്ങനെ ചോദിക്കുക. അപ്പോൾ ചോദിക്കാനും പറയാനും ആരും ഇല്ല എന്ന് വിചാരിക്കുന്ന ആ ഒരു ഇതിലായിരിക്കാം ചിലപ്പോൾ അവരിങ്ങനെയൊക്കെ ചെയ്യുന്നത്, ആരും ചെല്ലില്ല എന്നുള്ള ധൈര്യമായിരുന്നായിരിക്കാം എന്നൊക്കെ പറയുന്നു. ഇങ്ങനൊരു കാര്യം ഒരിക്കലും സംഭവിക്കുമെന്ന് അവർ പോലും സ്വപ്നത്തിൽ ഓർത്തിട്ടുണ്ടാവില്ല, അതിൽ നിന്ന് സംഭവിച്ചു പോയ കാര്യങ്ങളാവാം ഇതെന്നൊക്കെ രേവതിക്കുട്ടി ഇങ്ങനെ പറയുന്നു. എന്തായാലും ആ ചെറുപ്പക്കാരനെ രക്ഷിക്കാൻ പറ്റുമോ എന്നാണ് അവരെന്നോട് ചോദിച്ചതെന്ന് പറയുമ്പോൾ നമുക്കതിന് എന്നാ ചെയ്യാൻ പറ്റും മാമച്ചായ എന്ന് ഗ്രേസമ്മ ചോദിച്ചു. അല്ല, നമുക്ക് പാലായിലെ DYSP അദ്ദേഹത്തിനെ ഒന്ന് വിളിച്ച് സംസാരിക്കാൻ കഴിയുമോ എന്നറിയാനാണ് അവർ വിളിച്ചതെന്നുള്ള കാര്യവും പറയും. ചിലപ്പോൾ നാളെ അവരിങ്ങോട്ടേക്ക് വന്നേക്കുമെന്ന് പറയും. അവരെന്ന് പറഞ്ഞാൽ ബാലനും അതുപോലെ അലീനയും ചേർന്നേ. അപ്പോൾ വരുവാണെങ്കിൽ അന്നേരം നമുക്ക് എന്നാന്ന് വെച്ചാൽ നോക്കാം എന്നും പറഞ്ഞു. അപ്പോൾ മാമച്ചായൻ എന്നാ അവരോട് പറഞ്ഞത്, അലീനയോട് എന്നാ പറഞ്ഞതെന്ന് ഗ്രേസമ്മ ചോദിച്ചപ്പം ഞാൻ ഉറപ്പൊന്നും പറഞ്ഞിട്ടില്ല, ശ്രമിച്ചു നോക്കാമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, എന്നെക്കൊണ്ട് ശ്രമിച്ചു നോക്കാനല്ലേ സാധിക്കുള്ളൂ എന്ന് ചോദിച്ചു. അങ്ങനെ ഇവർ ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ഹോപ്പ് കിട്ടുകയാണെങ്കിൽ അദ്ദേഹത്തെ രക്ഷിച്ചെടുക്കണം കേട്ടോ മാമച്ചായ. ഒന്നുമില്ലെങ്കിലും എൻ്റെ ചേച്ചിയുടെ അനിയനല്ലേ, ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് കേൾക്കുമ്പോൾ നമുക്കൊരിതുണ്ടല്ലോ എന്നൊക്കെ രേവതിക്കുട്ടി ഇങ്ങനെ പറഞ്ഞു. നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ് അവരിങ്ങനെ നിൽക്കുക. ഇതേ സമയത്ത് അലീനയും ബാലനും കൂടെ അവിടെ സംസാരിക്കുകയാണ്. ബാലൻ അന്നേരം അലീനയോട് ചോദിച്ചു എന്താ മാമച്ചായൻ പറഞ്ഞതെന്ന്. അപ്പോൾ മാമച്ചായൻ പറഞ്ഞത്, മാമച്ചായൻ ഉറപ്പൊന്നുമില്ല, ശ്രമിച്ചു നോക്കാമെന്നേ പറഞ്ഞുള്ളൂ എന്ന് പറയുമ്പം ശ്രമിച്ചു നോക്കാമെന്ന് പറഞ്ഞല്ലോ അല്ലേ, അത് തന്നെ വലിയ ആശ്വാസമാണെന്ന് ബാലൻ അന്നേരം പറഞ്ഞു. ഇതിപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ട അച്ഛാന്ന് ചോദിക്കുമ്പം എന്ത് ചെയ്യും, നാളെ തന്നെ നമുക്ക് അവരുടെ അടുത്തേക്ക് പോകാം എന്ന കാര്യം പറയാം. പോകാനോ? രേവതിക്കുട്ടി നിൽക്കുന്ന വീട്ടിലേക്ക്, ഈ മാമച്ചായ എന്ന് പറയുന്ന ആളുടെ വീട്ടിലേക്ക് നമുക്ക് പോകാം. ഫോണിലൂടെ പറഞ്ഞെന്ന് കരുതി ചിലപ്പോൾ അവരതിന് സീരിയസ്നെസ് ഉണ്ടാവണമെന്നില്ല, നമുക്ക് നേരിട്ട് ചെന്ന് കണ്ട് സംസാരിക്കാമെന്ന് പറയുമ്പം അവരങ്ങനെയുള്ള ആൾക്കാരൊന്നും അല്ല അച്ഛാ, അവർക്ക് നമ്മളോട് വലിയ കാര്യം തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എന്നാലും എനിക്കൊരു മനസ്സമാധാനം ഇല്ലടി മോളെ, ഒന്ന് പോയി അവരെ കണ്ട് സംസാരിച്ച് നമ്മുടെ ഇതിൽ തന്നെ കാര്യങ്ങൾക്കൊരു തീരുമാനം വരികയാണെങ്കിൽ അത് നല്ലതല്ലേ എന്നിങ്ങനെ ബാലൻ ചോദിച്ചു. അച്ഛന് പോകണമെന്നാണ് ആഗ്രഹമെങ്കിൽ അച്ഛന് പോകാം എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ രാജീവൻ അവിടെ തിരിച്ചു പോകാനായിട്ടോ തയ്യാറെടുപ്പുകളും ഒക്കെ നടത്തും. അപ്പോൾ കമലയുടെ വായിൽ നിന്ന് വീണതൊക്കെ നല്ല വാക്കുകളായതുകൊണ്ട് ഇനി അധിക ദിവസം നിൽക്കാൻ പുള്ളിക്ക് പറ്റത്തില്ല. അതുകൊണ്ട് രാജീവനെല്ലാം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിനക്കിപ്പം തന്നെ ഓടിപ്പോണോ രാജീവാന്ന് ശിവൻ ചോദിച്ചു. ഞാനിനി ഇവിടെ നിന്നിട്ട് എന്താ ശിവേട്ടാ കാര്യം, കമലേടത്തിയും പറഞ്ഞത് കേട്ടില്ലേ, കമലേടത്തിക്കും ഞാനിവിടെ നിൽക്കുന്നത് ഒരു ബുദ്ധിമുട്ടാണെന്നുള്ള രീതിയിൽ രാജീവൻ പറയുമ്പം രാജീവ നീ ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു, ഞാൻ അങ്ങനെ ഒന്നും മനസ്സിൽ വിചാരിച്ചു പറഞ്ഞല്ലെന്ന് പറയും. അപ്പോൾ ഏട്ടത്തി എന്ത് മനസ്സിൽ വിചാരിച്ചു പറഞ്ഞതാണെങ്കിലും എനിക്ക് അവിടെ ജോലിക്ക് കയറേണ്ട സമയമായി, ഈ ഓരോ കാര്യങ്ങളുടെ പിന്നാലെ നടന്ന് എൻ്റെ ജോലി കളയാൻ എന്നെക്കൊണ്ട് പറ്റുമോ എന്ന് രാജീവൻ ഇങ്ങനെ ചോദിക്കും കേട്ടോ. അങ്ങനെ ഇവർ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നു. അപ്പോൾ ഈ സമയത്ത് അപ്പോൾ എൻ്റെ ജോലിയുടെ കാര്യം അങ്ങനെ തന്നെയല്ല രാജീവ എന്ന് ശിവൻ ചോദിക്കുമ്പം ഇത് ശിവേട്ടൻ്റെ മകൻ്റെ കേസല്ലേ, അപ്പോൾ പിന്നെ ശിവേട്ടനല്ലാതെ മറ്റാരാ അതിനകത്ത് ഇടപെടാനും അല്ലെങ്കിൽ ഓരോന്ന് ചെയ്യാനും ഒക്കെ ഉള്ളത്, അപ്പോൾ പിന്നെ ജോലി പോകുന്നതിനെ പറ്റി ശിവേട്ടൻ പറയേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് നമ്മുടെ മനു പുറത്ത് പോയിട്ട് കയറി വന്നു. പുറത്ത് പോയിട്ട് എന്ന മനു നോക്കുമ്പോൾ അതേ രാജീവനെല്ലാം
പാക്ക് ചെയ്യുക. അപ്പോൾ അങ്കിൾ എന്താ പോവുകയാണെന്ന് ചോദിച്ചു. അതേടാ, എനിക്ക് ലീവിൻ്റെ കാലാവധിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു, എനിക്ക് അവിടെ ജോലിക്ക് കയറണമെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങളെല്ലാവരും ഒരു കാര്യം അറിഞ്ഞുവെന്ന് ചോദിച്ചു. എന്ത് കാര്യം? വൈജാൻ്റിയെ പുതിയ വീട് വാടകയ്ക്ക് എടുത്തു. ഇത് കേട്ടപ്പോൾ രാജീവിന് ശിവരും ഞെട്ടി ചാടി എഴുന്നേറ്റു. എന്തോന്ന്? പുതിയ വീടൊക്കെ വാടകയ്ക്ക് എടുത്തു, അഡ്വാൻസൊക്കെ കൊടുത്തെന്ന് അറിയാൻ കഴിഞ്ഞതെന്ന് പറഞ്ഞു. അവക്കിത് എന്നാത്തിൻ്റെ കേടാ? ഈ കയ്യും കാലം തന്നെ അനക്കാൻ മേലാത്തവൾ വാടക വീടെടുത്ത് അങ്ങോട്ട് പോയിട്ട് എന്നാ ചെയ്യാനാ? അവൾക്ക് എന്നാ ചെയ്യാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചു ഭയങ്കര ഇതായിട്ട് കമല ഭയങ്കരമായിട്ട് ദേഷ്യം. അങ്ങളെ, പോകുന്നതിന് മുൻപ് വേണമെങ്കിൽ പെങ്ങളെ ചെന്ന് കണ്ട് പെങ്ങളോട് സംസാരിച്ച് കാര്യങ്ങൾക്കൊരു തീരുമാനം ഉണ്ടാക്കിക്കും. അല്ലെന്നുണ്ടെങ്കിലേ പണി കിട്ടും കേട്ടോ എന്ന് പറഞ്ഞു. അവൾ വേറെ വീടെടുത്തെന്ന് ഓർത്ത് ഇവിടെയുള്ളവർക്ക് എന്നാ പണി കിട്ടാനാണെന്ന് കമല അന്നേരം ചോദിച്ചു. ഒരു കണക്കിന് ആ ബാലൻ എന്ന് പറയുന്നവൻ്റെ അടുത്തേക്ക് പോകാത്തത് തന്നെയല്ലേ നല്ലതെന്നൊക്കെ ചോദിച്ച് ഭയങ്കര ഡയലോഗും കാര്യങ്ങളും ഒക്കെ. അപ്പോഴത്തേക്കും കമല നീ ഒന്നും മിണ്ടാതിരിക്കാൻ പറഞ്ഞു ശിവൻ. ആൻറ്റി ചെയ്യുന്നതൊക്കെ ആൻറ്റിയുടെ നാശത്തിന് വേണ്ടി തന്നെയാണെന്നും പറഞ്ഞ് ഈ ഒരു കാര്യമെല്ലാം പറയാം. അപ്പം അങ്ങനെ ഈ ഒരു കാര്യമെല്ലാം സംസാരിച്ച് ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും രണ്ടും പറഞ്ഞിങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ആങ്ങളമാരാകെ പെട്ടു. പെങ്ങളുടെ അഹങ്കാരം കൊണ്ട് ഒന്നൊഴിയുമ്പോൾ ഒന്നായിട്ട് ഇങ്ങനെ പിന്നാലെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ എന്ന് വിചാരിച്ച്. ഇതേ സമയത്ത് അച്ഛനും അതുപോലെ അലീനയും കൂടി, അതായത് നമ്മുടെ ബാലേട്ടനും അലീനയും കൂടി അവിടെ രേവതിക്കുട്ടിയുടെ വീട്ടിലേക്ക് പോകാനായിട്ട് ഒരുങ്ങുന്നു. ഇവരാണെങ്കിൽ കൃഷ്ണമോളും അതുപോലെ ബബിതയും കൂടി ഇതെല്ലാം നോക്കിയും കണ്ടിങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? അങ്ങോട്ട് പോകേണ്ട കാര്യമുണ്ടോ? ഇങ്ങോട്ട് പോകേണ്ട കാര്യമുണ്ടോ? ഇതൊക്കെ ചോദിച്ച് ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ നല്ല ഡയലോഗ് ഇറക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക അവിടെ ബബിത. അപ്പോഴേക്കും കൃഷ്ണയാണെന്നുണ്ടെങ്കിൽ ബബിതയോട് പറഞ്ഞു, അച്ഛനെ ആ മാമച്ചായനങ്കിളിനെ കണ്ട വലിയ എന്തെങ്കിലും നടക്കുമെന്നുള്ള വലിയ പ്രതീക്ഷയോടെ പോയിരിക്കുന്നത്. പാലാ DYSP സാറ് അവരുടെ എന്തോ ബന്ധുവാണ്. അപ്പോൾ അവർ വിചാരിച്ചാൽ നമ്മൾക്ക് രോഹിതേട്ടനെ രക്ഷിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് അച്ഛൻ വിചാരിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കും. ഈ ബബിതയാണെന്നുണ്ടെങ്കിൽ അലീനയുടെ ഔദാര്യം കൊണ്ടല്ലേ രോഹിയേട്ടൻ പുറത്തിറങ്ങുന്നത്. അപ്പോൾ അങ്ങനെ പുറത്തിറങ്ങിയാൽ തന്നെ രോഹിയേട്ടൻ അത് ഇഷ്ടപ്പെടത്തില്ലെന്നാണ് പറയുന്നത് അമ്മയ്ക്കും. അപ്പോൾ ചേച്ചി എന്താ പറഞ്ഞു വരുന്നത്? നമ്മുടെ ഏട്ടൻ ജയിലിൽ തന്നെ കിടന്നോട്ടെ എന്നാണോ എന്ന് ചോദിച്ചുകൊണ്ട് കൃഷ്ണ അന്നേരം ദേഷ്യപ്പെട്ടു. അപ്പോഴത്തേക്കും ബബിതയാണെങ്കിൽ കൃഷ്ണയോട് ദേഷ്യപ്പെട്ടു. നീ ഒന്നും മിണ്ടാതിരിക്കാവോ? നീ ഒരു കാര്യം ചെയ്യേ, നിൻ്റെ ഫോണുമായിട്ട് ആ പടപ്പത്തലേനെയും പൂടത്തലേനെയും ഫോൺ വിളിച്ച് നിൻ്റെ മുറിയിൽ പോയിരുന്നോളാൻ പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുക. അപ്പോഴത്തേക്കും ബബിതയ്ക്ക് ദേഷ്യം വന്നു. ബബിതയാണെങ്കിൽ തുള്ളിച്ചാടി ഇവിടെ നിന്ന് പോയി. ഈ നേരം കൊണ്ട് നമ്മുടെ ബാലനും അതുപോലെ അലീനയും കൂടെ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ പാലായിൽ നിന്ന് എറണാകുളം വരെ എത്താനുള്ളതാണല്ലോ. അതുകൊണ്ട് ഇവർ വേഗം അങ്ങ് പോവുകയും ചെയ്തു. ഇവർ കൃഷ്ണയെല്ലാം പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. അങ്ങനെ അവിടെ ചെന്ന് ഇവർ കോളിംഗ് ബെല്ല് അടിച്ചു. കോളിംഗ് ബെല്ല് അപ്പോൾ ഇതാണോ വീടെന്ന് ചോദിച്ചപ്പോൾ ഇതാ വീടെന്ന് പറഞ്ഞു. അലീന വീട് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും വലിയ ആൾക്കാരല്ലേ എന്നുള്ള രീതിയിൽ ബാലനിങ്ങനെ അനിലിയോട് പറയുകയും ചെയ്തേ. അപ്പോൾ അതെ, സ്വന്തം മോളെപ്പോലെ അവർ രേവതിക്കുട്ടിയെ നോക്കുന്ന തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അലീന ബാലനോട് പറയുവാണ്. അപ്പോൾ അവർക്ക് അത്രയും നല്ല മനസ്സുള്ളവരായതുകൊണ്ടല്ലേ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. ആ ഒരു കാര്യമെല്ലാം ബാലനും തിരിച്ച് അലീനയോട് പറഞ്ഞു. എന്നിട്ട് ഇവർ ഇങ്ങനെ സംസാരിച്ചിട്ട് നേരെ കയറി ചെന്ന് കോളിംഗ് ബെല്ല് അടിച്ചു. അപ്പോഴേക്കും നമ്മുടെ ഗ്രേസമ്മ ഇങ്ങനെ വന്ന് വാതിലൂടെ നോക്കിയപ്പോൾ അലീന ഇങ്ങനെ നിൽക്കുന്നു. തൊട്ടരികിൽ ബാലനും നിൽപ്പുണ്ട്. അപ്പോൾ അവരെ രണ്ടുപേരെയും കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഗ്രേസമ്മ വേഗം വാതിൽ തുറന്നു. എന്നിട്ട് ഭയങ്കര സ്നേഹത്തോടാ കയറി വാ എന്നൊക്കെ പറഞ്ഞ് അകത്തേക്ക് വിളിക്കുക. എടി അലീനെ, നിനക്ക് സുഖമല്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ സുഖം ആൻറ്റി. രേവതിക്കുട്ടി എവിടെയെന്ന് ചോദിച്ചു. അവൾ അപ്പുറത്തെങ്ങാണ്ടുണ്ട്, ഞങ്ങളെയൊക്കെ പേടിപ്പിച്ചും ഞങ്ങളെയൊക്കെ ഭരിച്ചും ഇങ്ങനെ നടപ്പുണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ നിങ്ങൾ കയറി വാ സാറ് കയറി വാ എന്നും പറഞ്ഞുകൊണ്ട് ബാലനെ അകത്തേക്ക് വിളിച്ചു. ഒന്നിരിക്കാനൊക്കെ പറഞ്ഞു. എന്നിട്ട് മാമച്ചായനെ വിളിക്കാം. മാമച്ചായ അതാ വരുന്നു എന്ന് മാമച്ചായനും പറഞ്ഞു. മാമച്ചായൻ ഇറങ്ങി വന്നു. അപ്പോഴത്തേക്ക് രേവതിക്കുട്ടി അങ്ങോട്ടേക്ക് വന്നു. അലിന ചേച്ചി എന്ന് പറഞ്ഞു ഓടി വന്ന് അലീനെ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുക കേട്ടോ. എങ്ങനെയുണ്ട് രേവതിക്കുട്ടി, സുഖമല്ലേ എന്ന് ബാലേട്ടൻ ചോദിക്കുമ്പം സുഖം സാർ, കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ രേവതിക്കുട്ടി ഇങ്ങനെ പറയാം. ബാലൻ ഇരിക്കാൻ പറഞ്ഞു മാമച്ചായ. അങ്ങനെ അവരവിടെ ഇരിക്കുന്നു. അപ്പോൾ നിങ്ങൾ എപ്പോൾ ഇവിടുന്ന് പോകുന്നു എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ രാവിലെ പോകുന്നതാ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ബാലനും പറയുന്നു. എന്തായാലും വല്ലാത്തൊരു ഷോക്കായി പോയല്ലോ ബാല ഈ കേട്ട വാർത്ത എന്ന് പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇരിക്കുകയാണെന്ന കാര്യം ബാലൻ ഇങ്ങനെ പറയുന്നു കേട്ടോ. എൻ്റെ മോനെ അവർ മനഃപൂർവ്വം കുടുക്കിയതാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ, അറിഞ്ഞില്ലായിരുന്നെങ്കിൽ എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്കതിന് നേരെ കണ്ണടയ്ക്കാൻ കഴിയില്ലല്ലോ, ഞാനൊരു അച്ഛനായി പോയില്ലേ എന്നൊക്കെ ഇങ്ങനെ അദ്ദേഹം പറയാം. ബാലൻ്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയൊക്കെ എനിക്ക് മനസ്സിലാകും. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാനും സാധിക്കും എന്ന് വിചാരിക്കാം. പക്ഷേ വേറൊരു പ്രശ്നം ഇതിലുണ്ടല്ലോ ബാല. ഇപ്പോൾ എന്താണെന്ന് ചോദിച്ചു. ഇപ്പോൾ അലീനയാണെന്നുണ്ടെങ്കിലും ഇങ്ങനെ ഇവർ സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ ഇവർക്കൊരു സഹായം കിട്ടുന്ന രീതിയിലൊക്കെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഗ്രേസമ്മയും ഇവരോടൊപ്പം തന്നെ നിന്ന് എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ രേവതിക്കുട്ടിയാണെങ്കിൽ പോയി ഇവർക്ക് കുടിക്കാനൊക്കെ എടുത്തുകൊണ്ട്, അപ്പോൾ രേവതിക്കുട്ടി കുടിക്കാൻ എടുക്കാൻ പോയപ്പോഴത്തേക്കും അലീന പറഞ്ഞു ഞാനും കൂടെ വരാടി മോളേന്ന്. വേണ്ടെന്നേ, ചേച്ചി ഇവിടെ നിന്നു, ഞാൻ എടുത്തോളാം എന്നും പറഞ്ഞു രേവതിക്കുട്ടി അടുക്കളയിലേക്ക് കയറിപ്പോയി. ആ സമയം കൊണ്ടാണ് ഇവർ ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളിതിപ്പോൾ കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാലും ആ പെങ്കൊച്ച് അത് കോടതിയിൽ മൊഴി മാറ്റി പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്നാ ചെയ്യും?
നമുക്ക് എന്നാ ചെയ്യാൻ പറ്റും എന്ന് ചോദിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ അവരെ വിളിച്ച് കാര്യങ്ങളെല്ലാം സംസാരിച്ചു. പക്ഷേ ഈ പെങ്കൊച്ചിനോട് കോടതിയിൽ ചെന്ന് അവർ ചോദിക്കുമല്ലോ, അപ്പോൾ മൊഴി മാറ്റി പറയില്ല. രോഹിത്തും ഇതിനകത്ത് കൂട്ടാളിയാണ് എന്ന് ആ പെങ്കൊച്ചു പറഞ്ഞാൽ അവിടെ തീർന്നില്ലേ ബാല എന്ന് ചോദിക്കുക. അപ്പോൾ അവർക്ക് നിർബന്ധിച്ച് ഒന്നും ചെയ്യാൻ, അതായത് ചുറ്റിനുമുള്ളവർ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം ബാലൻ അറിയാലോ. അപ്പോൾ ബാലൻ അന്നേരം പറഞ്ഞു, അതിനൊന്നും എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല. കാരണം ആ പെങ്കൊച്ചിൻ്റെ മനസ്സിലുള്ള മര്യാദകൾ കൂടി ചുറ്റിനുമുള്ളവരിൽ നിന്ന് ഓതിക്കൊടുത്ത് മാറ്റിയെടുക്കും. എല്ലാവരും നിർബന്ധിച്ച് അതിനെ ബ്രെയിൻ വാഷ് ചെയ്ത് അതിനെ കൊണ്ട് രോഹിത്തിൻ്റെ പേരും പറയിപ്പിക്കും. അത് ഉറപ്പുള്ള കാര്യമാണെന്ന് ബാലൻ അന്നേരം അവിടെ ഇരുന്ന് പറഞ്ഞു. പക്ഷേ അവൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള ആ ഒരു സത്യം നിലനിൽക്കെ നമുക്കിതിൻ്റെ നേരെ കണ്ണടയ്ക്കാൻ പറ്റില്ലല്ലോ. അവനെൻ്റെ മോനായി പോയില്ലേ എന്ന് ബാലൻ വീണ്ടും ഇവരോട് ഇങ്ങനെ പറയാം. അപ്പോൾ ഇങ്ങനെ ഇവർ തമ്മിൽ ഈ ഒരു കാര്യം സംസാരിക്കുന്നു. അതിനുശേഷം ആ പാലാ DYSP സാറിനെ വിളിച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കണം. അപ്പം അങ്ങനെ അവതരിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ആ DYSP സാറിൻ്റെ മകളെ വിവരം അറിയിക്കണം. അവരെ വിവരം അറിയിച്ച് അവരെ കൊണ്ട് സംസാരിപ്പിക്കണം. അപ്പോൾ അതൊക്കെ ഒരുപാട് മുന്നോട്ട് ഇങ്ങനെ കിടക്കുന്ന ഒരു ചടങ്ങ് പോലെ അങ്ങ് കിടക്കുക. ഒരാളിൽ നിന്ന് മാറി അടുത്ത ആളിലേക്ക് വന്ന് അയാളിൽ നിന്ന് ഇത് എത്തേണ്ട പോയിന്റിലേക്ക് എത്തി അദ്ദേഹം പിന്നെ അടുത്ത ആ ഒരു തീരുമാനം എടുത്ത് പിന്നെ അത് ജാമ്യവും കാര്യങ്ങളെല്ലാം ഇതായിട്ട് വന്ന് ഭയങ്കരമായിട്ട് അങ്ങ് മുന്നോട്ട് കിടക്കുന്ന വലിയൊരു ടാസ്ക്കായിട്ട് തന്നെ നമ്മുടെ രോഹിത്തിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ കിടക്കുന്നു. പക്ഷേ എന്ത് ടാസ്ക് എടുക്കേണ്ടി വന്നാലും രോഹിത്തിനെ രക്ഷിക്കാതെ അടങ്ങുകയില്ല എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക നമ്മുടെ ബാലൻ. അപ്പോൾ ബാലനും അതുപോലെ മാമച്ചാനും ഇവരെല്ലാവരും കൂടി ഇരുന്ന് ഇങ്ങനെ സംസാരിച്ചു. അപ്പോൾ ബാലനാണെങ്കിൽ ഭയങ്കര വിനയത്തോടു കൂടി എങ്ങനെ ഇരിക്കുന്നത്, ആകെ ഇവരല്ലേ ഉള്ളൂ ഒരു സഹായത്തിന്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതിക്കുട്ടി ചായയൊക്കെ ആയിട്ട് വന്നു എല്ലാവരോടും ചായയൊക്കെ കുടിക്കാൻ പറഞ്ഞു. എല്ലാവരും ചായയൊക്കെ കുടിക്കുന്നു. അതുപോലെ തന്നെ അലീനയാണെന്നുണ്ടെങ്കിൽ അവരോട് ഇപ്പം തന്നെ അവൾ എന്നോട് പറഞ്ഞു പോയത് അബദ്ധമാണെന്ന് മനസ്സിലാക്കി എന്നെ ആ വീട്ടിലേക്ക് കയറ്റിയില്ല തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇവരോട് പറഞ്ഞു. അപ്പോൾ ഇനി പണ്ടത്തെ പോലെ ആയിരിക്കില്ല, ആ കൊച്ചിനെ വലം തിരിയാൻ അവർ സമ്മതിക്കില്ല എന്ന കാര്യം ഇവരെല്ലാവരും കൂടി ഇങ്ങനെ ഇരുന്ന് പറയുക. അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും നിർബന്ധത്തിന് വഴങ്ങി ആ കൊച്ച് അവർ പറയുന്നത് പോലെയേ കോടതിയിൽ പറയുള്ളൂ എന്ന്. പക്ഷേ അതിനും ഒരു ചെറിയൊരു സാധ്യത, നമ്മുടെ രോഹിത്തിൻ്റെ കാര്യത്തിൽ ചെറിയൊരു സാധ്യത കിടക്കുന്നത് അലീനയോട് പറഞ്ഞ കാര്യമാണെന്നും അത് പോലീസുകാർക്ക് അറിയാവുന്ന കാര്യമാണല്ലോ എന്നും ബാലൻ ഇങ്ങനെ പറയുക. അപ്പോൾ ഇങ്ങനെ ഇവർ സംസാരിച്ചു. അത് കഴിഞ്ഞ് ചായയൊക്കെ കുടിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആ DYSPയുടെ മകളെ ഇവർ ഫോൺ വിളിക്കുക. ആ വീട്ടിലേക്ക് വിളിച്ചിട്ട് ആ ചേട്ടനുമായിട്ട് സംസാരിച്ചു. അദ്ദേഹത്തിനോട് വിവരങ്ങളെല്ലാം പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ആ ചേട്ടൻ്റെ മരുമകളായ DYSPയുടെ മകളുടെ കയ്യിലേക്ക് കൊടുത്തു. അതിനോടും കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് എന്നാ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ 1000 കുറ്റവാളി രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നുള്ളൊരിതുണ്ടല്ലോ എന്ന രീതിയിലൊക്കെ നമ്മുടെ മാമച്ചാൻ ഇങ്ങനെ സംസാരിക്കുക. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ നടക്കുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല, ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം, ഞാനും ഉറപ്പൊന്നും പറയില്ല എന്ന് പെണ്ണ് പറഞ്ഞു. അപ്പോൾ ശരി, അങ്ങനെയെങ്കിൽ അങ്ങനെ, ഇപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് വരികയും ചെയ്യാമെന്ന് പറഞ്ഞു. ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഓടിപ്പിടിച്ച് നിങ്ങളിങ്ങോട്ട് വരണമെന്നൊന്നും ഞാൻ പറയില്ല എന്ന് പറയാം. ഞാൻ എന്തായാലും അച്ഛനെ ഒന്ന് വിളിക്കട്ടെ, അച്ഛനെ വിളിച്ച് സംസാരിച്ചതിന് ശേഷം നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞത് ഫോൺ കട്ട് ചെയ്തു. അപ്പോഴേക്കും ഇവർ ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ബാലനാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ടെൻഷൻ. അപ്പോൾ ബാലനോട് ടെൻഷൻ അടിക്കാതിരിക്കുക, എന്തെങ്കിലും ഒരു പോംവഴി ഉണ്ടാകും, അത് 100% ഉറപ്പാണെന്ന കാര്യം പറഞ്ഞ് ഇവരിങ്ങനെ അവിടെ ഇങ്ങനെ കാര്യങ്ങൾ അറിയാനായിട്ടുള്ളൊരു ആകാംക്ഷ കൊണ്ടിരിക്കുക. ഈ സമയത്ത് വൈജയാണെങ്കിൽ വേറെ വീടും വേറെ താമസവും അങ്ങനെ പിടിക്കാൻ പാടില്ലാത്ത പൊല്ലാപ്പെല്ലാം പിടിച്ച് എല്ലാവരുടെയും ഉറക്കവും കളഞ്ഞിങ്ങനെ ഇരിക്കുക. അപ്പോൾ ആങ്ങളമാർക്കാണ് പെങ്ങളുടെ കാര്യം ഓർത്തിട്ട് ആദ്യം മൊത്തം ഇതുപോലെ ഒരെണ്ണമായി പോയല്ലോ പെങ്ങളെന്ന് ഓർത്ത് അവരങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടായിരിക്കും ഇന്നത്തെ നമ്മുടെ കഥ വരാനിരിക്കുന്നത്. അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയാതെ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. ഇനിയിപ്പോൾ നമ്മുടെ രോഹിത്തിന് ജാമ്യം കിട്ടാൻ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അത് ഏത് രീതിയിൽ എങ്ങനെയൊക്കെ നമ്മുടെ അലീന നേടിയെടുക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണാം. എല്ലാവർക്കും ടാറ്റ, സേ അഗൈൻ, ടേക്ക് കെയർ, ബൈ ബൈ.